ഹായ് ഗൈസ്, ഞാനൊരു 5 months ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. എൻ്റെ തേർഡ് ഇയർ ഓൾമോസ്റ്റ് കഴിയാനായി. ഞാൻ തേർഡ് ഇയർ തുടക്കത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ട് റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ തേർഡ് ഇയറിൻ്റെ ലാസ്റ്റ് വീക്കാണ്. എന്ന് വെച്ചാൽ ഈ ഒരു വീക്ക് കൂടെ കഴിഞ്ഞ ക്ലാസ്സസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് മോഡൽ എക്സാമിനുള്ള ഒരാഴ്ച സ്റ്റഡി ചെയ്യും, പിന്നെ മോഡൽ എക്സാമും, പിന്നെ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മൊത്തം എലക്റ്റീവ്സ്, അങ്ങനെ അങ്ങ് പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു മാസം പിന്നെയും സ്റ്റഡി ചെയ്യും, പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം. അപ്പൊ അതാണ് ഒരു ഏകദേശമുള്ളൊരു ഇത് നമുക്കിപ്പോൾ. ഇന്ന് മൺഡേ ആണ്. ഞാൻ വീട്ടിൽ നിന്ന് വരെയാണ്. ക്ലാസ്സസ് ഒന്നും നമുക്കിന്നില്ല, തിയറി ക്ലാസ്സസ് ഒന്നുമില്ല. നേരെ നമുക്ക് പോയിട്ട് നമ്മൾ എന്താ അറ്റൻഡ് ചെയ്യണം? പോസ്റ്റിംഗ് അറ്റൻഡ് ചെയ്യണം. പീഡിയാട്രിക്സ് ആണ് ഇന്നത്തെ പോസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് അതിന് പോവാം. അപ്പം പീഡിയാട്രിക്സ് പോസ്റ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഓപ്പൺ ലൈബ്രറിയിലേക്കാണ് പോകുന്നത്, കുറച്ച് റെക്കോർഡ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. എന്തെങ്കിലൊക്കെ പറയേ. നമ്മള് എനിക്കൊന്നും പറയാൻ കിട്ടൂല. നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പറയാം. ഇതൊക്കെ എന്ത് റീഡിംഗ് റൂമിലിരുന്ന റെക്കോർഡൊക്കെ എഴുതി. ഇപ്പൊ കാറ്റ് കൊണ്ടിരിക്കുക. എന്ത് കാറ്റാ! ഭയങ്കര കാറ്റ്. എപ്പോഴാ മഴ പെയ്യാന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞാൻ വരുമ്പോ നല്ല മഴയായിരുന്നു. ഇപ്പൊ നല്ല വെയിലും കാറ്റും. ഞാൻ കാണിച്ചു തരാം. ഒക്കെ എടുക്കുകയാണെങ്കിൽ വന്ന് ഊഞ്ഞാലാടുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. ഇങ്ങനെ ഇവിടുത്തെ എലക്ഷന്റെ സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന കുറെ ബാക്കി ഭാഗങ്ങളുണ്ട്. എലക്ഷൻ കഴിഞ്ഞു. ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ച് ഇപ്പോഴാണ് ഞങ്ങൾ റെക്കോർഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പഠിക്കാനാണ്. എൻ്റെ കോളേജിലുള്ള ഏകദേശം പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. നല്ല ഫുഡൊക്കെ കഴിച്ച് എനിക്ക് കുറേ എഴുതാറുണ്ട്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എക്സാമുകൾ ഒക്കെ ആവുമ്പം അതിന്റെ കൂടെ വരുന്ന സംഭവമാണ് ഈ റെക്കോർഡ് സബ്മിഷൻ. റെക്കോർഡ്സ് ഇങ്ങനെ ഇഷ്ടംപോലെ സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. റെക്കോർഡ് മാത്രമല്ല, റെക്കോർഡ് ഉണ്ടാവും, ലോഗ് ബുക്സ് ഉണ്ടാവും. അതിങ്ങനെ എന്താ പറയാ, കറക്റ്റ് ചെയ്യുന്നു, എഴുതുന്നു. അതിനുള്ള സമയമാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിനിപ്പോൾ അതിനേ ഉള്ള സമയം. അത്രയും എനിക്ക് എഴുതി കുറെ തീർക്കാനുണ്ട്. നമുക്ക് ഫോറൻസിക് ഒക്കെ എഴുതിയ കേസുകൾ എനിക്ക് കുറെ കറക്റ്റ് ചെയ്ത് കിട്ടാനല്ല, കറക്റ്റ് ചെയ്യാൻ കൊടുക്കാൻ തന്നെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയാ ഉള്ളത് തന്നെ കറക്റ്റ് ആയിട്ട് ഞാനിപ്പോ എഴുതി വരുന്നേ ഉള്ളൂ. കമ്മ്യൂണിറ്റി റെക്കോർഡ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. അത് ഫുൾ സെറ്റാണ്. എഴുതി കഴിഞ്ഞ് ഫുൾ സെറ്റാക്കി പക്ഷെ കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് അതാണ് ഏറ്റവും കഷ്ടപ്പാട് എക്സാമിന് മുന്നേ. കാരണം എന്നെ പോലെ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്താണ്. ഇതൊക്കെ എന്റെ ക്ലാസ്സിലെ കുറെ കുട്ടികളൊക്കെ എപ്പോഴോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവെക്കുന്നോണ്ടുള്ള പ്രശ്നങ്ങളാണത്. അല്ലാതെ ഉണ്ടോ? പക്ഷെ അങ്ങനെയാണ്. ഇത് അടുത്ത ദിവസമാണ്. ഞാൻ വേറെ വ്ളോഗൊന്നും ഇന്നലെ എടുത്തില്ല. ഇത് ജസ്റ്റ് നമ്മളുടെ പുറത്തുള്ള റീഡിംഗ് ലൈബ്രറിയാണ്. ഓപ്പൺ ലൈബ്രറിയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് കുറേ റെക്കോർഡുകൾ എഴുതാനുള്ളത് എഴുതുന്നതും കുറച്ചൊക്കെ പഠിക്കുന്നതും, എഴുതി മടുക്കുമ്പോൾ പഠിക്കും, പിന്നെ എഴുതും. അങ്ങനെയൊക്കെ കൂടെ ഇൻസ്റ്റൻ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഇടുകയാണ്. അപ്പം ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന ഫോറൻസിക് ആണ്. ഫോറൻസിക്കിൽ പോയ്സൺസ്, സ്നേക്ക്, അതിനെക്കുറിച്ചൊക്കെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ച് ഉച്ചവരെയൊക്കെ നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ചൊക്കെ എഴുതി, കുറച്ചൊക്കെ റെക്കോർഡിന് സബ്മിറ്റ് ചെയ്യാൻ കൊടുത്ത്, ടീച്ചേഴ്സ് ഉള്ളതനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ റെക്കോർഡൊക്കെ കൊടുത്തിട്ട് ക്ഷീണിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ പോകും, കുറച്ച് സംസാരിച്ചിരിക്കും. ഇങ്ങനെ ലൈബ്രറി പോയിരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക. ഇപ്പം നമ്മൾ റൂമിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫോണും റീൽസൊക്കെ നോക്കി ഒട്ടും പ്രൊഡക്റ്റീവ് ആവാത്ത പോലെ തോന്നും. പഠിച്ച് തളർന്നിട്ട് ഞങ്ങളിപ്പോ നഴ്സിംഗ് പർപ്പസിന് ഫുഡ് കഴിക്കാൻ പോവാണ്. യെസ്. സോ ഇഫ് യു ഗൈസ് ഡോണ്ട് നോ, ഇത് അപർണ, ഇത് കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ ഞാൻ എപ്പോഴും ഒരുമിച്ചുണ്ടാവാറില്ല. നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അപർണ ഇടയ്ക്കിടയ്ക്കൊക്കെ വ്ളോഗിൽ വരാറുണ്ട്. നമ്മൾ ചോറ് കഴിച്ച് വന്ന ലൈബ്രറിയിലാണ് വീണ്ടും പഠിക്കാൻ പോകുന്നത്. അനത് ഡേ ഇൻ ലൈബ്രറി. ഞാൻ പിന്നെയും അടുത്ത ലൈബ്രറിയിൽ വന്നിരുന്ന് കമ്മ്യൂണിറ്റി പഠിക്കുകയാണ്. കമ്മ്യൂണിറ്റിയിൽ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നിരിക്കുന്നത് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഇതുവരെ പഠിച്ചിട്ടില്ല. സോ എപ്പിഡമിയോളജിയിൽ ഇമ്മ്യൂണിറ്റി ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഇത് എന്നുള്ളത്. പക്ഷേ
കറക്റ്റ് തപ്പിക്കൊണ്ടിരുന്ന ആൻഡ് ഞാൻ വെറുതെ പേജ് മറച്ചതാണ്. അപ്പോഴേക്കും എനിക്ക് കറക്റ്റ് ആ പേജ് തന്നെ ഞാൻ എത്തി. സോ ദീസ് ആർ ദ ടോപ്പിക്സ് വി നീഡ് ടു കവർ അണ്ടർ ഇമ്മ്യൂണിറ്റി. ഇത് ഡിസൈഫർ എന്ന് പറഞ്ഞൊരു ബുക്കാണ്, ഡെസിഫർ ഓർ ഡിസൈഫർ. ഇതിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഒക്കെ പഠിക്കുന്നത്. ഇനി ഈ ബുക്കാണ് ആക്ച്വൽ സേവിയർ. ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പോലും നമുക്കറിയില്ല. അത്രയും ഹെൽപ്ഫുള്ളാണ് എക്സാമിൻ്റെ സമയത്ത് ഈ ബുക്ക്. ഹായ്, ഞാൻ വീട്ടിലാണ്. അപ്പോൾ വീട്ടിലായതുകൊണ്ട് വെറും ചില്ലിങ് പഠിത്തം ഇല്ല, അങ്ങനെ കേട്ടോ, പഠിക്കുന്നുണ്ട്. പക്ഷേ പഠിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയും ഫോറൻസിക്കും ആയതുകൊണ്ട് ഈ 2 സബ്ജക്റ്റ് നമുക്കുള്ളൂ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഫോറൻസിക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പഠിച്ച് നമ്മളിങ്ങനെ എന്തോ ആവും. പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എന്നാലൊട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ഇത്രയും നേരം ഇരുന്ന് പഠിച്ചതെന്നൊക്കെ. കാരണം എനിക്ക് ടോപ്പിക്സിൽ ഇപ്പോൾ ഞാൻ ഒരു സാധനം പഠിച്ച് അടുത്ത പേജ് എത്തുമ്പോഴേക്കും എനിക്ക് ആ പഠിച്ചൊക്കെ മറന്നു പോകുന്ന പോലെ തോന്നുന്നത്. പിന്നെ ബുക്ക് എടുക്കാൻ തന്നെ മടിയാവുന്നത്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പിന്നെ ഇന്നാണ് വേൾഡ് കപ്പ് ഫൈനൽസ്. അതെന്തായാലും ഞാൻ കാണും. എനിക്കിപ്പോൾ ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ 4 years ബാക്ക് ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അത് December 18 ആയിരുന്നു എന്ന് തോന്നുന്നു വേൾഡ് കപ്പ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്നത്തെ മാച്ചൊക്കെ കണ്ടത്. അന്ന് എനിക്കറിയില്ലായിരുന്നു 4 years കഴിഞ്ഞ് ഞാൻ ഇതേപോലെ കമ്മ്യൂണിറ്റി പഠിച്ച് ഇവിടെ കരഞ്ഞിട്ടല്ല, പക്ഷെ മടുത്തിരിക്കും ഈ ഒരു വേൾഡ് കപ്പിന്. അടുത്ത വേൾഡ് കപ്പിൽ ഞാൻ വല്ല PG പ്രിപ്പറേഷൻ എങ്ങാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അത്രയേ ഉള്ളൂ ഈ വീഡിയോ. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ നീറ്റിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്നു. എല്ലാവർക്കും വിചാരിച്ച പോലെയൊക്കെ നല്ല മാർക്കും റിസൾട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. So that's it guys. If you like this video, please do share. Please do like, share and subscribe and comment down.